അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണവിഭവമായിട്ടുള്ള ഓണസദ്യയിൽ ഇലയിൽ വിളമ്പുന്ന കളിയോടയ്ക്ക അല്ലെങ്കിൽ കളിയടയ്ക്ക നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് അരിപ്പൊടി വെച്ച് നമുക്ക് ഈ ഒരു വിഭവം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലും ആ ഒരു ട്രഡീഷണൽ രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് മട്ട അരി അല്ലെങ്കിൽ പുഴുക്കലരി ഇതൊന്ന് നമുക്കൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം അരച്ച് ഈ ഒരു വിഭവം തയ്യാറാക്കുമ്പോഴാണ്. ഇപ്പോൾ കളിയോടൊക്കെ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് കുതിർത്തെടുത്ത മട്ടയരി, അതായത് പുഴുക്കലരി 1 കപ്പാണ് വേണ്ടത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത മട്ടയരി നമ്മളൊന്ന് 2 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കൂടി പോകാൻ പാടില്ല. നമുക്കൊന്ന് ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം ഒന്ന് അരച്ചെടുക്കാൻ. ഇനി കുറച്ച് ചേരുവകൾ നമുക്കൊന്ന് ചമ്മന്തിയുടെ ആ ഒരു പരുവത്തിനൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 10-20 ചുവന്നുള്ളി ഒന്ന് വൃത്തിയാക്കി എടുത്ത് നമുക്ക് ചേർക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചമ്മന്തിയുടെ പരുവത്തിനൊന്ന് അരച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചേരുവകളെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്തെടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് അരച്ച് വെച്ച മട്ട അരിയും അതുപോലെ ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി നമുക്ക് ഒന്ന് പാത്രത്തിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടുന്നത്, നമ്മളൊന്ന് കുഴച്ചെടുത്ത ആ ഒരു മിക്സിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉരുളകളായിട്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ അരച്ചെടുത്ത ആ മിക്സ് മൊത്തവും നമ്മളൊന്ന് ചെറിയ ബോൾസ് ആക്കി ആദ്യം ഒന്ന് തയ്യാറാക്കി വെക്കുക. അതിനുശേഷമാണ് നമ്മളതൊന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് അരിമാവ് ഉപയോഗിച്ചും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റും അത്രയും ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നത് അരി ഒന്ന് കുതിർത്ത് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഒരു ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് അത്രയും ആ ഒരു ടേസ്റ്റ് അപ്പോഴായിരിക്കും കിട്ടുന്നത്. കളിയോടൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഈ ബോൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ തവി വെച്ചിട്ടൊന്നും നമ്മൾ ഇളക്കാനായിട്ട് പാടില്ല. അതൊന്ന് കുറച്ചൊന്ന് എണ്ണയിലൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ ഒന്ന് പൊട്ടിപ്പോവാണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം ഇത് മൂത്ത് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇളക്കിയാലും കുഴപ്പമില്ല, അത് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് അരിപ്പൊടി വെച്ച് നമുക്ക് ഈ ഒരു വിഭവം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലും ആ ഒരു ട്രഡീഷണൽ രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് മട്ട അരി അല്ലെങ്കിൽ പുഴുക്കലരി ഇതൊന്ന് നമുക്കൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം അരച്ച് ഈ ഒരു വിഭവം തയ്യാറാക്കുമ്പോഴാണ്.
സദ്യയിൽ എല്ലാവരും ഈ വിഭവം ഒന്ന് തയ്യാറാക്കി നോക്കുക. വീട്ടിൽ അമ്മമാരൊക്കെ പണ്ട് മുതലേ വീട്ടിൽ ഓണ സമയത്ത് തയ്യാറാക്കുന്നൊരു വിഭവമാണിത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാണ്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്